കർത്താവിന്റെ വിശ്വസ്തതയുടെയും കരുതലിന്റെയും അനുഗ്രഹ നിറവിൽ ഷെക്കേന ന്യൂസിന്റെ 5ാം പിറന്നാളിന്റെ കൃതജ്ഞതാഘോഷങ്ങൾ നടത്തപ്പെട്ടു. ഷെക്കേനയുടെ ദൈനംദിന ശുശ്രൂഷകളെ വിവിധ രീതികളിൽ പിന്തുണയ്ക്കുന്ന 20 വൈദികരുടെ സാന്നിധ്യത്തിൽ ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോ പാച്ചേരി മുഖ്യ കാർമ്മകത്വം വഹിച്ച കൃതജ്ഞതാ ദിവ്യബലിയോടെയായിരുന്നു പരിപൂർണമായ പ്രാർത്ഥനാ അന്തരീക്ഷത്തിലുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കേരള സഭയ്ക്ക് ഷെക്കേന ന്യൂസ് ചാനൽ ഒരു അനുഗ്രഹമാണെന്നും അഭിമാനമാണെന്നും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഷെക്കേനയുടെ ബലമെന്നും ഫാദർ ജോ പാച്ചേരി അഭിപ്രായപ്പെട്ടു. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും? രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രകീർത്തിക്കും. ജനതകളുടെ മുമ്പിൽ അവിടത്തേക്ക് ഞാൻ നേർച്ചകൾ അർപ്പിക്കും. ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ വികാരത്തോടു കൂടിയാണ് ഷെക്കേന കുടുംബം ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് ആയിരിക്കുന്നത്. ഇന്ന് ഷെക്കേന ടെലിവിഷൻ നോക്കിക്കൊണ്ട് തിരുസഭയ്ക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ കത്തോലിക്ക സഭയുടെ അഭിമാനമാണ്. കഴിഞ്ഞ 5 വർഷത്തിലൂടെ നിങ്ങളിലൂടെ എത്രയോ പേര് ക്രിസ്തുവിന്റെ സ്വരം ശ്രവിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. കർത്താവിന് ഈ ഷെക്കേന ടെലിവിഷനെ കുറിച്ചുള്ള ഒരു ദൈവീക പദ്ധതിയുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത കുടുംബാംഗങ്ങളാണ് ഇന്ന് ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന കർത്താവിന്റെ വചനത്തിന്റെ അടയാളമാണ് ഷെക്കേന ന്യൂസിലൂടെ സംഭവിക്കുന്നത് എന്ന് ഫാദർ ബിൽജു വാഴപ്പിള്ളി ദിവ്യബലി മധ്യ സന്ദേശത്തിൽ പറഞ്ഞു. ഷെക്കേന കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ കർത്താവ് ഷെക്കേനയോടും ചേർന്ന് നിന്നു. ദൃശ്യമാധ്യമ രംഗത്ത് നവമായ സംസ്കാരത്തിന് തുടക്കം കുറിച്ച് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഹളധ്വനിയായി ലോകത്തിൽ ഷെക്കേന നടത്തുന്ന ഉദ്യമങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചു. ഈ 5 വർഷക്കാലം തമ്പുരാൻ കൈപിടിച്ചു നടത്തിയതിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി വ്യത്യസ്തമായ റോളുകൾ അഭിനയിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി വ്യത്യസ്തമായ റോളുകൾ അത് ചെയ്തു തീർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ നന്മായ സുഹൃത്തുക്കളും കട്ട സപ്പോർട്ട് നൽകുന്ന അഭിമന്യ പിതാക്കന്മാരും മറ്റ് ദൈവജനവും നമുക്ക് എപ്പോഴും ഉത്സാഹവും പ്രചോദനവും നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് മറിയത്തോടൊപ്പം ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. മറിയത്തോടൊപ്പം നമുക്ക് ഈ ദൈവത്തെ, മഹത്വത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. 20 വൈദികരുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി ഷെക്കേന കുടുംബത്തിന് ആത്മീയതയുടെ നവമായ അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു. നാളിതുവരെ ഷെക്കേനയുടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് തങ്ങളുടെ പൗരോഹിത്യത്തിന്റെ കരങ്ങൾ നീട്ടിത്തന്ന അഭിഷിക്ത വൈദികർക്ക് ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്ര നന്ദി പറഞ്ഞു. ദൈവപരിപാലനയുടെ 5 വർഷങ്ങളിൽ ഉടനീളമുണ്ടായ കർത്താവിന്റെ മഹനീയ പ്രവർത്തികളെ അനുസ്മരിച്ച് സ്തുതി ആരാധനകളോടെ ഷെക്കേന കുടുംബം കർത്താവിനെ മഹത്വപ്പെടുത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഷെക്കേന ന്യൂസിന്റെ വിവിധ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന വൈദികരെ ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്ര ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും അവർ ഷെക്കേനയ്ക്ക് അനുഗ്രഹാശിസുകൾ നേരുകയും ചെയ്തു. ഷെക്കേന ന്യൂസിന്റെ വളർച്ചയിൽ സംഭാവന ചെയ്യുന്ന നിസ്വാർത്ഥ സേവനങ്ങളിൽ കർത്താവ് നൽകുന്ന അംഗീകാരത്തിന്റെ അടയാളമായി ഓരോ സ്റ്റാഫ് അംഗങ്ങളും വൈദികരിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഷെക്കേന ന്യൂസിന്റെ തുടക്കം മുതൽ പിച്ചവെച്ച ബാല്യകാലത്തും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി ചേർത്തു നിർത്തിയ പ്രേക്ഷകരെയും ഉപകാരികളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചും തുടർന്നുള്ള ഷെക്കേനയുടെ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ശേഷം സ്നേഹവിരുന്നോടെ ഷെക്കേനയുടെ 5ാം ജന്മദിന പരിപാടികൾക്ക് തിരശ്ശീല വീണു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.